തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസ് അംഗങ്ങൾ കൂട്ടത്തോടെ ബിജെപിയിലേക്ക്. തൃശൂരിലെ മറ്റത്തൂർ പഞ്ചായത്ത് ഭരണം സ്വന്തമാക്കി ബിജെപി മുന്നണി. കോൺഗ്രസ് പ്രവർത്തകരെ തന്ത്രപൂർവ്വം അടർത്തിയെടുത്ത ബിജെപി മാജിക്കിന് മുന്നിൽ പകച്ച് കോൺഗ്രസ് നേതൃത്വം. മേയർ സീറ്റ് വിവാദത്തിന് പുറമെ തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിന് വീണ്ടും തിരിച്ചടി. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ബിജെപി നൽകിയത് ശക്തമായ ഇരുട്ടടി തന്നെയാണ്. പഞ്ചായത്തിൽ വിജയിച്ച മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളും രാജിവെച്ച് ബിജെപി മുന്നണിയിൽ ചേർന്നു. അതോടെ പഞ്ചായത്ത് ഭരണം കോൺഗ്രസിന് നഷ്ടമാവുകയും ചെയ്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് അരങ്ങേറിയതിൽ ഏറെ വ്യത്യസ്തമായ കാഴ്ചയാണിത്. തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ സംഘടനാ ദൗർബല്യം മുതലെടുത്താണ് ബിജെപി നേതൃത്വം അണിയറ നീക്കങ്ങൾ നടത്തിയത്. രഹസ്യമായ അത്തരം നീക്കങ്ങൾ വിജയത്തിലെത്തിയ കാഴ്ചയാണ് മറ്റത്തൂർ പഞ്ചായത്തിലുള്ളത്. പ്രാദേശിക കോൺഗ്രസ് ഘടകങ്ങളിൽ നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ DCC നേതൃത്വത്തിന് കഴിയുന്നില്ലെന്ന പരാതി ഏറെക്കാലമായി ഉയർന്നു നിൽക്കുന്നുണ്ട്. കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുള്ള പഞ്ചായത്തായിരുന്നു മറ്റത്തൂർ. എന്നാൽ DCC നേതൃത്വവും മറ്റത്തൂരിലെ പ്രാദേശിക നേതൃത്വവും തമ്മിൽ രൂക്ഷമായ തർക്കമാണ് നിലനിന്നിരുന്നത്. അത് പരിഹരിക്കാൻ DCC നേതാക്കൾക്ക് കഴിഞ്ഞതേയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ ആ തർക്കം മറനീക്കി പുറത്തെത്തുകയും ചെയ്തു. ഔദ്യോഗിക UDF സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതർ തെരഞ്ഞെടുപ്പിനിറങ്ങുകയും ചെയ്തു. എന്നാൽ വിമത സ്വരങ്ങളെ പൂർണ്ണമായും അവഗണിക്കുകയായിരുന്ന തൃശൂരിലെ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന് UDFന്റെ ശക്തിക്ക് മുന്നിൽ വിമതർക്ക് പിടിച്ചു നിൽക്കാനാകില്ല എന്നായിരുന്നു ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം UDF നേതൃത്വത്തെയാകെ ഉലച്ചു കളഞ്ഞു. പ്രാദേശിക നേതൃത്വം രംഗത്തിറക്കിയ സ്ഥാനാർത്ഥികൾ 8 പേരും വിജയിച്ചു. കൂടാതെ പാർട്ടി വിമതരായി മത്സരിച്ച് 2 പേരും കൂടി വിജയിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് നാടകീയ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. വിജയിച്ച കോൺഗ്രസ് അംഗങ്ങളായ 8 പേരും പാർട്ടിയിൽ നിന്നും രാജിവെക്കുകയും ബിജെപിയുമായി ചേർന്ന് പുതിയ മുന്നണി രൂപീകരിക്കുകയും ചെയ്തു. ഈ മുന്നണിയാണ് മറ്റത്തൂർ പഞ്ചായത്തിൽ അധികാരം പിടിച്ചെടുത്തത്. സ്വതന്ത്ര അംഗമായ ടെസി ജോസ് കല്ലറയ്ക്കലാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. വിമതരായ 2 സ്വതന്ത്രർക്ക് പുറമെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച 8 പേരുടെയും 4 BJP അംഗങ്ങളുടെയും പിന്തുണ ടെസി ജോസ് കല്ലറയ്ക്കലിന് ലഭിച്ചു. LDFന് ഇവിടെ 10 അംഗങ്ങളാണ് ഉള്ളത്. പാർട്ടി നേതൃത്വം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് പാർട്ടിയോടും പ്രവർത്തകരോടും കാണിച്ച നീതികേടിൽ പ്രതിഷേധിച്ചാണ് പഞ്ചായത്ത് അംഗങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നതെന്നാണ് തൃശൂർ DCC പ്രസിഡന്റിന് അയച്ച കത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മിനി ടീച്ചർ, ശ്രീജ ടീച്ചർ, സുമ ആന്റണി, അക്ഷയ് സന്തോഷ്, ഗ്രിൻഡോ പള്ളിപ്പറമ്പൻ, സിജി രാജേഷ്, സിബി പൗലോസ്, നൂർജഹാൻ നവാസ് എന്നീ അംഗങ്ങളാണ് രാജിക്കത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. കോൺഗ്രസ് അംഗങ്ങളെ അടർത്തിയെടുത്ത് കോൺഗ്രസ് കോട്ടയായ മറ്റത്തൂർ പഞ്ചായത്തിലെ ഭരണം BJP പിടിച്ചെടുത്തതിന്റെ ഞെട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം. തൃശൂർ കോർപ്പറേഷനിൽ മേയർ സീറ്റിനായി DCC നേതൃത്വം പണം വാങ്ങി വിൽപ്പന നടത്തിയതാണെന്ന് പാർട്ടി നേതാവായ കൗൺസിലർ തന്നെ ഉയർത്തിയ വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അതിനിടയിലാണ് കോൺഗ്രസ് അംഗങ്ങൾ ഒന്നടങ്കം BJPക്കൊപ്പം നിലയുറപ്പിച്ചത്. ഓപ്പറേഷൻ താമര എന്ന ഈ BJP തന്ത്രത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ജില്ലയിലെ UDF നേതൃത്വം. തൃശൂർ മറ്റത്തൂരിലെ ഈ വിധം സംഭവ വികാസങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ തുറന്ന രാഷ്ട്രീയ ചർച്ചകളാക്കി മാറ്റാനുള്ള നീക്കത്തിലാണ് ഇടതുമുന്നണി നേതൃത്വം ഇപ്പോൾ.